നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. ആശാ വർക്കർമാരോടുള്ള സർക്കാർ അവഗണനയിൽ പ്രതിഷേധിച്ച് തൃശൂർ നഗരത്തിൽ നടത്തിയ പിച്ചതണ്ടൽ INTUC വൈസ് പ്രസിഡന്റ് KN നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ആശാ വർക്കർമാർക്ക് നീതി ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് മണ്ണുത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ പന്തം കൊളുത്തി പ്രകടനം DCC സെക്രട്ടറി സജി പോൾ മാടശ്ശേരി ഉദ്ഘാടനം ചെയ്തു. മാടക്കത്ര ഫാമിലി ഹെൽത്ത് സെന്ററിന്റെ ആശാ വർക്കർമാരുടെ ലെപ്രസി സർവേ ഫണ്ട് തിരിമറി നടത്തിയ പഞ്ചായത്ത് കമ്മിറ്റിക്കെതിരെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മാർച്ചും ധർണയും നടത്തി. കൊഴുപ്പുള്ളി സ്വരാജ് UP സ്കൂളിൽ നടത്തിയ പഠനോത്സവം പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. ആശാ വർക്കർമാരോടുള്ള സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ കേരള പ്രദേശ് ആശാ വർക്കേഴ്സ് കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിച്ചതണ്ടൽ സമരം നടത്തി. തൃശൂർ ചെട്ടിയങ്ങാടിൽ നിന്നും ആരംഭിച്ച പിച്ചതണ്ടൽ സമരം INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് KN നാരായണൻ ഉദ്ഘാടനം ചെയ്തു. തുച്ഛമായ 7000 രൂപയ്ക്ക് ആശാ വർക്കർമാർ ജീവിക്കണമെന്ന സർക്കാരിന്റെ ദുർവാശി ഉടൻ അവസാനിപ്പിക്കണമെന്നും സർക്കാർ നിശ്ചയിച്ച മിനിമം വേതനം 21,000 രൂപ അനുവദിക്കണമെന്നും പിരിഞ്ഞു പോകുമ്പോൾ 5 ലക്ഷം രൂപ അനുവദിക്കണമെന്നും അമിത ജോലിഭാരം ഏൽപ്പിക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കേരള പ്രദേശ് ആശാ വർക്കേഴ്സ് കോൺഗ്രസ് തൃശൂർ ജില്ലാ അധ്യക്ഷ ശകുന്തള സജീവ്, ജില്ലാ സെക്രട്ടറി വിദ്യ രമേശ്, ജില്ലാ ട്രഷറർ വിജിനി ഗോപി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പിച്ചതണ്ടൽ സമരം. സമരം നയിച്ച ആശമാർ പോസ്റ്റ് ഓഫീസ് റോഡിലൂടെ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് വഴി നിരവധി കടകളിൽ കയറിയിറങ്ങി സമരം നടത്തി. തങ്കമ്മ KG കൈപ്പറമ്പ്, സീമ VJ കൈപ്പറമ്പ്, മേരി TD കൈപ്പറമ്പ്, സീന, ഓമന, ഗിരിജ ബാബു, രജനി, KS ജ്യോതി, ജ്ഞാനേശ്വരി, EK ജയന്തി, രതി, KK വിജി, നിത CP എന്നിവർ നേതൃത്വം നൽകി. സമരരംഗത്തുള്ള ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും അവരോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ചും ആശാ വർക്കർമാർക്ക് നീതി നൽകൂ എന്ന മുദ്രാവാക്യമുയർത്തി KPCCയുടെ ആഹ്വാനപ്രകാരം മണ്ണുത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്തി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MU മുത്തു അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി സജി പോൾ മാടശ്ശേരി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നേതാക്കളായ AV സുദർശൻ, MG രാജൻ, NS നൌഷാദ് മാസ്റ്റർ, ബേബി പാലോലിക്കൽ, ബാവ RA, ലിസി ജോൺസൺ, ടിറ്റോ തോമസ്, സുമേഷ് CV എന്നിവർ നേതൃത്വം നൽകി. നമുക്ക് വേണ്ടി സേവനം തന്ന ആശാ വർക്കർമാർക്ക് കിട്ടുന്ന ഓണറേറിയം വെറും 7000 രൂപയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവർ അതിൻ്റെ വർധനയ്ക്ക് വേണ്ടി നടത്തുന്ന ന്യായമായ അവകാശ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളും പന്തം കൊളുത്തി പ്രകടനവും മാർച്ചും നടത്തി പ്രതിഷേധിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഉല്ലൂക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വം നടന്ന പ്രതിഷേധ ധർണയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. പിണറായി വിജയന്റെ സർക്കാർ ഭരിച്ചു 9 വർഷമായി ജനങ്ങൾക്കുണ്ടാകുന്ന ദുരിതങ്ങൾ, സാധാരണക്കാരൻ്റെ കഷ്ടപ്പാടുകൾ, വിലവർധന ഉൾപ്പെടെ നിത്യോപയോഗ സാധനങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. തീവിലയായി സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർധന വന്നു. അതുപോലെ തന്നെ കർഷകർ വിൽക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ല. കർഷകർ വളരെ ദുരിതത്തിലാണ്. 9 വർഷമായി ഭരിച്ച് മുടിച്ച് എന്ന് തന്നെ പറയാവുന്ന തരത്തിൽ ചെയ്തിട്ടുള്ള ഗവൺമെന്റിന്റെ പിടിപ്പുകേടും അതുപോലെ തന്നെ ദൂർത്തും കൊണ്ട് ഉണ്ടായ അധിക ബാധ്യത തീർക്കുന്നതിന് വേണ്ടി പുതിയ നികുതി, നമ്മൾ ബഡ്ജറ്റ് കേട്ടു എല്ലാവരും, 50% ഭൂനികുതി ഉൾപ്പെടെ എല്ലാത്തിനും വർദ്ധിപ്പിച്ച് ഗവൺമെന്റിന്റെ നേതാക്കളുടെ CPMന്റെ നേതാക്കളുടെ പോക്കറ്റ് വീർപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ ജനങ്ങളോട് കാണിക്കുന്ന നികുതി കൊള്ള എല്ലാം നമ്മുടെ കൺമുന്നിലുണ്ട്. ഈ സാധുക്കളായ ആശാ വർക്കർമാരുടെ ഓണറേറിയത്തിന്റെ വർധന നടത്തി കൊടുക്കുന്നതിന്
കോൺഗ്രസും ഉൾപ്പെടെയുള്ള ജനങ്ങളുടെ ജനകീയ സമരമാണ് ഇത്. കോൺഗ്രസിന്റെ മാത്രമല്ല, ജനങ്ങൾ, സാധാരണക്കാർ ആശാവർക്കർമാർക്കൊപ്പമാണ്. അവർക്ക് വേണ്ടി ആശാവർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യവും പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് മാടക്കത്ര ഫാമിലി ഹെൽത്ത് സെന്ററിലെ ആശാവർക്കർമാരുടെ ലെപ്രസി സർവേയുടെ ഫണ്ട് തിരിമറി നടത്തിയതിനെതിരെയുള്ള വിജിലൻസ് കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന മാടക്കത്ര പഞ്ചായത്ത് ഭരണസമിതിയുടെ നടപടിക്കെതിരെയും ആശാവർക്കർമാർക്ക് വേതനം ഉറപ്പാക്കണമെന്നും സർവേ ഫണ്ടുകൾ കൃത്യമായി കൊടുക്കണമെന്നും ആവശ്യപ്പെട്ട് മാടക്കത്ര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാടക്കത്ര പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. മണ്ഡലം പ്രസിഡന്റ് ജോൺസൺ മല്ലിയത്ത് നേതൃത്വം നൽകി. DCC എക്സിക്യൂട്ടീവ് മെമ്പർ TS മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ UI അബ്രഹാം, NS നൌഷാദ് മാസ്റ്റർ, V സുകുമാരൻ മാസ്റ്റർ, ആശാ വർക്കേഴ്സ് കോൺഗ്രസ് INTUC ജില്ലാ പ്രസിഡന്റ് ശകുന്തള സജീവ്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി അരുൺ പുത്തൻപുരയ്ക്കൽ, INTUC മണ്ഡലം പ്രസിഡന്റ് PS മോഹനൻ, സേവാദൾ മണ്ഡലം ചെയർമാൻ സന്തോഷ് TB, MM ബഷീർ, ഷിബു AS, KR വത്സരാജ്, പഞ്ചായത്ത് മെമ്പർ ജിൻസി ഷാജി, GB KG, രാധാമാധവൻ, ബ്രില്യൻ തോമസ് എന്നിവർ പ്രസംഗിച്ചു. അതേ തത്വശാസ്ത്രം സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ ഒറ്റക്കാരും കൂടി പറയാതിരിക്കാൻ നിർവാഹമില്ല. എന്താണ് ഇപ്പോ യെച്ചൂരി മരിച്ചുപോയി, കാരാട്ട് എന്താ പറഞ്ഞത്? ഇന്ത്യ രാജ്യത്ത് ഫാസിസം ഇല്ല എന്നാണ് പറഞ്ഞത്. നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഫാസിസ്റ്റ് അല്ല എന്നാണ് ഇപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കണ്ടെത്തൽ. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഫാസിസ്റ്റ് ഗവൺമെന്റ് ഇല്ല എന്ന് പോലും പറയാനുള്ള ധാർഷ്ട്യം CPM-നുണ്ടായിരിക്കുന്നു. അതിന്റെ പിറകിലുമുണ്ട് ഒരു കള്ളക്കളി. ഇവിടുത്തെ ലാവ്ലിൻ കേസ്, ഇവിടെ പിണറായി വിജയനും മകൾക്കുമെതിരെയുള്ള കേസ്, ഇവിടുത്തെ കരുവന്നൂർ തട്ടിപ്പ്, ED-യുടെ റെയ്ഡ്, ഇതെല്ലാം മറക്കണമെങ്കിൽ മോദിയുടെ കാല് നക്കേണ്ട ഗതികേടാണ് CPM-നുള്ളത് എന്ന് പിണറായി വിജയനും കൂട്ടാളികൾക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് മോദി ഗവൺമെന്റ് ഫാസിസ്റ്റ് അല്ല എന്ന് കട്ടൻട്രി ആയിട്ട് അവർ പറയേണ്ടി വന്നത്. ഇങ്ങനെ ഇവിടുത്തെ മോദിക്കൊപ്പം കൈകോർത്ത് ചേർന്നുകൊണ്ട് ഈ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടികളിലെ അവസാനത്തെ പരിപാടിയാണ് ഈ പാവപ്പെട്ട ആശാ വർക്കേഴ്സിന് ഒന്നും നൽകുകയില്ല എന്ന പ്രഖ്യാപനം. കേരളത്തിലെ ബഹുജന വിഭാഗം ഈ വഞ്ചന തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടി അന്ധഗോപുരങ്ങളിൽ സുഖമായി വസിക്കുന്നവർ, ആ വസിക്കുന്നവരെ പിടിച്ച് താഴെയിടാൻ നാളത്തെ പൊതുജനം ഉണ്ടാകും എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നും ഈ ആശാ വർക്കേഴ്സിന്റെ സെക്രട്ടേറിയറ്റിന് മുമ്പിലുള്ള സമരം വിജയം വരിക്കുന്നതുവരെ നിരന്തരമായി പോരാടും എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് പിണറായി വിജയന്റെ വഞ്ചനക്കെതിരെ എല്ലാ ബഹുജനങ്ങളും ജാഗരൂകരാകണം എന്ന് വിനയത്തോടുകൂടി ആശമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് KPCCയുടെ ആഹ്വാനപ്രകാരം തൃശൂർ ബ്ലോക്ക് ഒല്ലൂക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാളത്തോട് പുളിമ്പറമ്പ് ജംഗ്ഷനിൽ നിന്നും ഒല്ലൂക്കര സെന്ററിലേക്ക് പ്രതിഷേധ പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. സീനിയർ കോൺഗ്രസ് നേതാവ് PU ഹംസ ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് K ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായി. തൃശൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്യാമള മുരളീധരൻ, തൃശൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ ബഷീർ അഹമ്മദ്, തിമോത്തി വടക്കൻ, അനിൽകുമാർ തെക്കൂട്ട്, ബിന്ദു ബെന്നി, സജോ സണ്ണി, CO ജോസ്, മഹിളാ കോൺഗ്രസ് ഒല്ലൂക്കര മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സഫിയ ജമാൽ, ജയദേവൻ, രഘുനന്ദൻ, നാരായണൻ പാറേക്കാട്ട്, സുധാകരൻ കുണ്ടിൽ, രാമചന്ദ്രൻ, ലിയാസ് ബാബു എന്നിവർ നേതൃത്വം നൽകി. സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചെയ്യുന്ന ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും സംസ്ഥാന സർക്കാരിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ചും പുത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു. വെട്ടുകാട് സെന്ററിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പന്തം കൊളുത്തി പ്രകടനം UDF ഒല്ലൂർ നിയോജക മണ്ഡലം ചെയർമാൻ ജോണി ചെറിയത്ത് ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സിനോയ് സുബ്രഹ്മണ്യൻ അധ്യക്ഷനായി. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് നന്ദൻ കുന്നത്ത് മുഖ്യപ്രഭാഷണം നടത്തി. പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് TK ശ്രീവാസൻ, ഒല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് വിനീഷ് പ്ലാശ്ശേരി, യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി റെജിൻ നാലുകണ്ടത്തിൽ, O ശോഭാചന്ദ്രൻ, ദളിത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് UK സദാനന്ദൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നോബിൻ കച്ചേലിക്കര, KT എബ്രഹാം, ബിന്ദു സേതുമാധവൻ, ബേബി തെക്കുംപുറം എന്നിവർ പ്രസംഗിച്ചു. ശമ്പളം കൊടുക്കാനായിട്ട് ഈ ഗവൺമെന്റിന് സാധിക്കുന്നില്ല. ചപ്പന് ചവർന്ന് നികുതി ചുമത്തി നമ്മുടെ പഞ്ചായത്തുകളിൽ നമുക്കറിയാം എല്ലാ തരത്തിലുള്ള നികുതികളും
ഭൂനികുതി ഉൾപ്പെടെ കർഡിയാർജ് ഉൾപ്പെടെ ഗ്യാസിനും പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കും ഭൂനികുതി ഉൾപ്പെടെ എല്ലാത്തിനും ചാർജ് നികുതി ഏർപ്പെടുത്തി വലിയ ഭീമമായിട്ട് ദുസ്സഹമായിട്ട് ജീവിതം നയിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ ആശാ വർക്കേഴ്സിന് വേണ്ട ഒരു പരിഗണന കൊടുക്കാത്ത ഈ ഗവൺമെൻറ്റിനെതിരെ നടത്തുന്ന ഒരു വലിയ പന്നമുളത്തി പ്രതിഷേധമാണ് സംസ്ഥാന തലത്തിൽ തന്നെ ഇന്ന് നടത്തുന്നത്. അവർക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും തൃശ്ശൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടുക്കുന്നു. തമിഴ്നാട്ടിലും കേരളത്തിലും കേസുകളുള്ള കുപ്രസിദ്ധ മോഷ്ടാവ് തമിഴ്നാട് ട്രിച്ചി സ്വദേശി ധർമ്മരാജൻ അറസ്റ്റിൽ. മോഷണം നടത്തി ഒളിവിൽ പോയ ധർമ്മരാജനെ തമിഴ്നാട്ടിലും കേരളത്തിലും പോലീസ് അന്വേഷിച്ചു, കണ്ടെത്തിയിരുന്നില്ല. പേരാമ്പ്രയിൽ ഫെബ്രുവരി 10 നടന്ന കവർച്ചയുമായി ബന്ധപ്പെട്ട് കൊടകര ഇൻസ്പെക്ടർ പി.കെ. ദാസ് നടത്തിയ അന്വേഷണത്തിലാണ് തമിഴ്നാട് പുതുക്കോട്ട ഡിസ്ട്രിക്ട് ജയിലിൽ ധർമ്മരാജൻ ഉള്ളതായി അറിവ് ലഭിച്ചത്. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം കൊടകര പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് കോടതിയിൽ ഹാജരാക്കി അറസ്റ്റ് ചെയ്തു. കേരളത്തിലുടനീളം പല സ്റ്റേഷനുകളിലും ധാരാളം കേസുകൾ ഉണ്ട്. പല ജില്ലയിലും തെളിയിക്കപ്പെടാതെ കിടക്കുന്ന കേസുകൾ തെളിയാനുള്ള സാധ്യതയുണ്ട്. ഒരു ദിവസം അടുത്തടുത്ത വീടുകൾ കുത്തിത്തുറന്ന് മോഷണം നടത്തുകയാണ് രീതി. ചാലക്കുടി ഡിവിഎസ്പി കെ സുമേഷിന്റെ മേൽനോട്ടത്തിൽ കൊടകര ഇൻസ്പെക്ടർ പി.കെ. ദാസും എസ്ഐ സുരേഷ്, എഎസ്ഐമാരായ ഷീബ അശോകൻ, ബൈജു, ബിനി പൌലോസ്, ആഷ്ലിൻ, എസ്.പി.സി.ഒ സഹദ്, സനൽ, സി.പി.ഒ ശ്രീജിത്ത്, അഭിലാഷ് എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉൾപ്പെട്ടിരുന്നു. ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം. 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്.
കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. പൈതൃക തനിമയും കലാ സാംസ്കാരിക മഹിമയും സമന്വയിക്കുന്ന ഉത്രാളിക്കാവ് മഹോത്സവം ആഘോഷിക്കുന്നു. പൂരത്തെ വരവേൽക്കാൻ നാടും നഗരവും അണിഞ്ഞൊരുങ്ങി. എങ്കക്കാട്, കുമരനെല്ലൂർ, വടക്കാഞ്ചേരി ദേശങ്ങൾ ഉത്സവത്തിന് ചുക്കാൻ പിടിക്കുന്നു. തട്ടകദേശങ്ങളിൽ ഉത്സവപ്രേമികളുടെ മനം കവരുന്ന കലാരാവുകൾ അരങ്ങേറുന്നു. ബന്ധുമിത്രാദികൾ ഉൾപ്പെടെയുള്ളവർ പൂരം കൺകുളിർക്കെ കണ്ടാസ്വദിക്കാൻ എത്തുന്നു. തൃശൂർ പൂരം, നെന്മാറ പൂരം തുടങ്ങി കിടപിടിക്കാൻ ഉതകുന്ന ഉത്സവമാണ് ഉത്രാളിക്കാവ് പൂരം. പഞ്ചവാദ്യമേള പെരുക്കങ്ങളും മാനത്തിന്ദ്രജാലം തീർക്കുന്ന വെടിക്കെട്ടും ഉത്രാളിക്കാവ് പാടത്തേക്ക് പൂരപ്രേമികളുടെ പ്രവാഹത്തേക്ക് ആസ്വാദനം എത്തിക്കുന്നു. ആനച്ചമയ പ്രദർശനം കാണാൻ കുടുംബസമേതം എത്തുന്നു. വടക്കാഞ്ചേരി വിഭാഗത്തിന്റെ ശിവക്ഷേത്ര പരിസരത്തും എങ്കക്കാട് ഉത്രാളിക്കാവ് ക്ഷേത്ര പരിസരത്തും കുമരനെല്ലൂർ പൂരനിലാവ് അരങ്ങേറിയ മൈതാനത്തും പ്രദർശിപ്പിച്ചിരിക്കുന്നു. എങ്കക്കാട് വിഭാഗം രാവിലെ ചോറ്റാനിക്കര സുഭാഷ് മാരാരുടെ നേതൃത്വത്തിൽ നടപ്പുര പഞ്ചവാദ്യത്തോടുകൂടി എഴുന്നള്ളിപ്പും, കുമരനെല്ലൂർ ദേശം ചോറ്റാനിക്കര നന്ദപ്പന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യവും നടത്തി. വടക്കാഞ്ചേരി ദേശം ശിവവിഷ്ണു ക്ഷേത്ര സന്നിധിയിൽ വൈക്കം ചന്ദ്രന്മാരാരുടെ നേതൃത്വത്തിൽ വിശ്വവിഖ്യാതമായ നടപ്പുര പഞ്ചവാദ്യത്തെ തുടർന്ന് സായുധ പോലീസ് അകമ്പടിയോടെ രാജകീയ പ്രൗഢിയിൽ ഉത്രാളിക്കാവിലേക്ക് ഗജഘോഷയാത്ര. തലയെടുപ്പുള്ള ഗജവീരന്മാരാണ് അണിനിരക്കുന്നത്. നയന സൗകുമാര്യം പകരുന്ന കുടമാറ്റവും ചരിത്ര പ്രസിദ്ധമായ ഭഗവതി പൂരവും നടക്കുന്നു. രാത്രി 8-ന് കുമരനെല്ലൂർ ദേശത്തിന്റെ വർണ്ണശബളമായി വെടിക്കെട്ട്, പുലർച്ചെ വടക്കാഞ്ചേരി ദേശത്തിന്റെ കരുമരുന്ന് പ്രയോഗവും ഉത്രാളിക്കാവ് പാടത്ത് അരങ്ങേറുന്നു. കൊഴുക്കുള്ളി സ്വരാജ് യു പി സ്കൂളിൽ പഠനോത്സവം എന്ന പേരിൽ വിദ്യാർത്ഥികളുടെ പഠന മികവുകളുടെ അവതരണം സംഘടിപ്പിച്ചു. സ്കൂൾ ഹാളിൽ നടത്തിയ സമാപന സമ്മേളനം നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. BRC കോർഡിനേറ്റർ ബിൽക്കി TR അധ്യക്ഷയായി. സ്കൂൾ പ്രധാന അധ്യാപിക സിസ്റ്റർ സിന്ധു, നടത്തറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR രജിത്, സ്കൂൾ PTA പ്രസിഡന്റ് ദിനേശ് കുമാർ, അധ്യാപക പ്രതിനിധി വിദ്യ T എന്നിവർ സംസാരിച്ചു. പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ വിഷയങ്ങളുടെ അവതരണം, പോസ്റ്റർ പ്രദർശനം, കരകൗശല വസ്തുക്കളുടെ പ്രദർശനം എന്നിവയും ഉണ്ടായിരുന്നു. നമ്മുടെ പ്രായത്തിനും നമ്മുടെ ക്ലാസ്സിനും അനുസരിച്ച് എന്തൊക്കെ അറിവുകൾ നേടി, എന്തൊക്കെ കഴിവുകൾ സ്വായത്തമാക്കി എന്നുള്ളത് അതൊരു ഉത്സവ അന്തരീക്ഷത്തിൽ പ്രദർശിപ്പിക്കാനുള്ള ഒരു അവസരമാണ് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് പഠനോത്സവത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ നേടിയിട്ടുള്ള കഴിവുകളുടെ ഒരു പ്രദർശനമാണ്. ഇതൊരു മത്സരമോ പരീക്ഷയോ ഒന്നുമല്ല, മറിച്ച് ഓരോ പ്രായത്തിനും അനുസരിച്ച് കുട്ടികൾ ആർജിച്ചെടുത്ത കഴിവുകളുടെ ഒരു പ്രദർശനം. ഇവിടെ നല്ല രീതിയിൽ നമ്മൾ എക്സിബിഷനുകളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. വിവിധ വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഇന്നത്തെ പഠനോത്സവത്തിൽ പ്രധാനമായും നമ്മൾ സയൻസും ഭാഷാ പഠനവും ഗണിതവും സാമൂഹ്യശാസ്ത്രവുമാണ്
പ്രധാനമായ വിഷയങ്ങളായിട്ട് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ആ ഓരോ വിഷയത്തിലും നിങ്ങളുടെ ക്ലാസ്സിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി, എന്തൊക്കെ നിങ്ങൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പഠിച്ചു എന്നുള്ളത് ഇവിടെ ഓരോ പ്രദർശനങ്ങളിലൂടെ നിങ്ങൾ വെളിവാക്കിയിട്ടുണ്ട്. അതിലൂടെ നമ്മുടെ നാട്ടിലെ കുട്ടികൾ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നമുക്കറിയാം, പൊതുവിദ്യാഭ്യാസ സംരക്ഷണം തുടങ്ങിയത് മുതൽ നമ്മുടെ വിദ്യാലയങ്ങളൊക്കെ മികവിൻ്റെ കേന്ദ്രങ്ങളായി മാറിയിരിക്കുകയാണ്. നടത്തറയിൽ പ്രവർത്തിക്കുന്ന ടയർ യൂണിറ്റിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച അപകടം, ആർക്കും പരിക്കില്ല. നടത്തറ മെർലിൻ ഗാർഡൻ റോഡിലെ വാടകയ്ക്കെടുത്ത വീട്ടിൽ പ്രവർത്തിച്ച ടയർ യൂണിറ്റിലാണ് സ്ഫോടനമുണ്ടായത്. ഒരു ഗ്യാസ് സിലിണ്ടറിൽ നിന്നാണ് സ്ഫോടനമുണ്ടായത്. ശക്തിയിൽ അയൽ വീടുകളിലെ ജനലുകളുടെ ചില്ലുകൾ തകർന്നു. ഫയർഫോഴ്സും ഒല്ലൂർ പോലീസും ചേർന്ന് പ്രദേശം സുരക്ഷിതമാക്കി പരിശോധന നടത്തി. സ്ഫോടനത്തിന്റെ കാരണങ്ങളും നിയമലംഘനങ്ങളും പരിശോധിക്കാൻ അന്വേഷണം ആരംഭിച്ചു. തൃശൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും വ്യാപക തീപിടുത്തം. ആര്യ ഹോട്ടലിന് സമീപം ഉണങ്ങിയ പുല്ലുകൾ നിറഞ്ഞ പാടത്ത് വൻ തീപിടുത്തമുണ്ടായി. കരി കലർന്ന ശക്തമായ പുക പ്രദേശമാകെ പരന്നു. തൃശൂർ ഫയർഫോഴ്സ് സ്റ്റേഷനിലെ 3 യൂണിറ്റുകൾ എത്തിയാണ് നീണ്ട പ്രയത്നത്തിനൊടുവിൽ തീയണച്ചത്. തീയും പുകയും ഉയരുന്നവർ ഉച്ച കഴിഞ്ഞ് പ്രദേശത്തുള്ളവർ കാണുന്നു. നോക്കി നിൽക്കെ തീപിടുത്തം ശക്തമായി. വഴിയോര കച്ചവടക്കാർ ഫയർഫോഴ്സിൽ വിളിച്ചറിയിച്ചു. പുഴയ്ക്കൽ പാടത്ത് പലയിടങ്ങളിലും റോഡ് പണി നടക്കുന്നുണ്ട്. വൻ ഗതാഗത കുരുക്കുണ്ട്. സമീപ ദിവസങ്ങളിൽ മുഴുവൻ സമയവും ഗതാഗത കുരുക്കാണ്. ഫയർഫോഴ്സ് സേനാംഗങ്ങൾ ഇതെല്ലാം മറികടന്ന് രക്ഷാപ്രവർത്തനവുമായി എത്തി. പ്രദേശത്തെ നാട്ടുകാരും സഹായികളായി. നടത്തറ പൂച്ചട്ടിക്ക് സമീപം കൊഴുക്കുള്ളിയിലുണ്ടായ തീപിടുത്തവും തൃശൂർ ഫയർഫോഴ്സ് സേനാംഗങ്ങൾ എത്തിയാണ് കെടുത്തിയത്. പുത്തൂർ കോക്കാത്ത് സ്വദേശിയെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി ഒല്ലൂർ പോലീസിന്റെ പിടിയിലായി. ടാഴ്സൺ എന്ന് വിളിക്കുന്ന ധനിലിനെയാണ് ഒല്ലൂർ പോലീസ് കല്ലൂർ പാറക്കാട് നിന്ന് അറസ്റ്റ് ചെയ്തത്. പ്രണവും കൂട്ടുകാരും രാത്രി വീട്ടിലിരിക്കുമ്പോൾ ധനിൽ വീടിന് മുന്നിലെത്തി വെല്ലുവിളിക്കുകയും പുറത്തേക്കിറങ്ങി വന്ന പ്രണവിനെ ധനിൽ കത്തി ഉപയോഗിച്ച് വയറ്റിൽ കുത്തുകയുമായിരുന്നു. സുഹൃത്തുക്കൾ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചതുകൊണ്ട് ജീവൻ രക്ഷിക്കാനായി. ഒല്ലൂർ പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും ധനിൽ കടന്നുകളഞ്ഞു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത്. ഒല്ലൂർ എസ് പി സുധീരന്റെ നിർദ്ദേശാനുസരണം ഒല്ലൂർ ഇൻസ്പെക്ടർ PM വിമോദിന്റെ നേതൃത്വത്തിൽ ASI-മാരായ സുരേഷ്, സരിത, സീനിയർ CPO അഷർ, CPO-മാരായ സുഭാഷ്, അജിത്, സുനീഷ് എന്നിവരാണ് പ്രതിയെ പിടികൂടിയത്. തൃശൂർ മഹാരാജാസ് ടെക്നോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫെബ്രുവരി 24-25 തീയതികളിൽ ടെക് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. സെമിനാറുകളും വർക്ക്ഷോപ്പുകളും ഐഡിയ ഹാക്കത്തോണും നടത്തി. കോളേജിലെ കമ്പ്യൂട്ടർ, സിവിൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ വിഭാഗങ്ങൾ ഒരുമിച്ചാണ് ടെക് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. വിവിധ പോളിടെക്നിക് കോളേജുകളിൽ നിന്ന് 1000-ഓളം കുട്ടികൾ പങ്കെടുത്തു. തൃശൂർ MLA P. ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഡോക്ടർ ഷാലിജ് PR അധ്യക്ഷനായി. കോളേജ് പ്രിൻസിപ്പൽ ബിജു MJ, പ്രോഗ്രാം കോർഡിനേറ്റർ ഷിജു വർഗീസ്, ബാബു KK, അരുൺ NV, അദ്നാൻ MA എന്നിവർ നേതൃത്വം നൽകി. തൃശ്ശൂരിലെ മഹാരാജാസ് ടെക്നോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രിൻസിപ്പൽ ബിജു MJ ആണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ സ്ഥാപനം 1946-ൽ സ്ഥാപിതമായതാണ്. നിലവിൽ 5 വ്യത്യസ്ത ബ്രാഞ്ചുകളിലായി ഡിപ്ലോമ പഠനം,
സാധാരണക്കാരായ കുട്ടികൾക്ക് തൊഴിൽ സാധ്യതയുള്ള വിദ്യാഭ്യാസ മേഖലയിലേക്ക് അവരെ പ്രവേശിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ്. 900ഓളം കുട്ടികൾ ഈ സ്ഥാപനത്തിൽ സാങ്കേതികവിദ്യ വ്യത്യസ്ത ബ്രാഞ്ചുകളിലായി പഠിച്ചു വരുന്നു. ഈ 2 ദിവസങ്ങളിലായി ഈ കോളേജിൽ നടക്കുന്ന ടെക്നിക്കൽ ഫെസ്റ്റിവൽ കുട്ടികളുടെ പഠനപരമായ കഴിവുകൾ മറ്റുള്ളവരുടെ മുൻപിൽ പ്രദർശിപ്പിക്കുന്നതിനും അത് മറ്റു സ്ഥാപനങ്ങളുടെ കുട്ടികൾ വന്ന് അത് കാണുന്നതിനും അവരുമായി സംവദിക്കുന്നതിനുമുള്ള ഒരു വേദിയായിട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഈ പ്രോഗ്രാം ഇവിടെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മുടെ കുട്ടികൾ ആഗ്രഹിക്കുന്ന ഒരു പ്രോഗ്രാം നടപ്പിലാക്കാൻ സാധിച്ചതിൽ ഈ സ്ഥാപനത്തിന് അതിയായ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായി നിരവധി പ്രോജക്റ്റുകൾ പ്രദർശിപ്പിക്കുന്നു. KICB, അതുപോലെ തന്നെ വിജ്ഞാൻ സാഗർ, BSNL എന്നീ പ്രമുഖ കമ്പനികളുടെ സാങ്കേതികവിദ്യ പ്രദർശിപ്പിക്കുന്ന കൗണ്ടറുകളും സജ്ജമാക്കിയിട്ടുണ്ട്. നിരവധി സ്കൂൾ കുട്ടികൾ ഈ സ്റ്റാളുകൾ സന്ദർശിച്ചു വരുന്നു. ഇലക്ട്രിക്കൽ സാങ്കേതികവിദ്യയിലും സിവിൽ സാങ്കേതിക മേഖലകളിലും അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് മേഖലയിലും കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് മേഖലയിലും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മേഖലയിലുമുള്ള നിരവധി പ്രോജക്റ്റുകൾ പ്രദർശിപ്പിച്ചുകൊണ്ട് വളരെ വിജയകരമായി ഈ 2 ദിവസങ്ങളിൽ നടക്കുന്ന ഈ ടെക്നിക്കൽ എക്സ്പോ അത് സംഘടിപ്പിച്ചിരിക്കുന്നത് ഞങ്ങളുടെ സ്ഥാപനത്തിലെ ലെക്ചറായ ശ്രീ ഷിജു ആണ്. അദ്ദേഹത്തിൻ്റെ കോർഡിനേഷനിൽ ഇത് വളരെ ഭംഗിയായി നടക്കുന്നു. 2ാം ദിവസം നിരവധി വാഹനങ്ങൾ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു മോട്ടോർ ഷോയും ഒരുക്കിയിട്ടുണ്ട്. അത് നിരവധി കുട്ടികൾ അതിന് കാണുവാനും അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് തൃശ്ശൂർ MLA ശ്രീ പി ബാലചന്ദ്രൻ അവർകളാണ് സംസാരിച്ചത്. പ്രസ്തുത യോഗത്തിൽ സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർ ശ്രീ ഷാലിജ് അധ്യക്ഷത വഹിച്ചു. മറ്റൊരിടവേള കൂടി. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പൊന്നിന്നൂലിൽ ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാടും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. അറിഞ്ഞില്ലേ, നമ്മുടെ SBS ഗോൾഡിൽ ഹോൾസെയിൽ വിലയിലും കുറഞ്ഞ ഉൽപാദന വില മാത്രം. സാധാരണക്കാർക്ക് ഡിസ്കൗണ്ടും ഓഫറും. സ്വർണം, വെള്ളി ആഭരണങ്ങൾ, വെഡിംഗ് ആഭരണങ്ങൾ, HUD ഹോൾമാർക്ക് 100% 916 ആഭരണങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഓർഡർ പ്രകാരം നിർമ്മിച്ചു നൽകുന്നു. SBS ഗോൾഡ് എന്നും സാധാരണക്കാർക്കൊപ്പം. അപ്പോൾ എങ്ങനെയാ SBS ഗോൾഡിലേക്ക് പോയാലോ? പഴയ സ്വർണം മാറ്റി പുതിയതാക്കുമ്പോൾ പഴയ സ്വർണത്തിന് പൈസ കുറയുന്നുണ്ടോ? ആ പേടിയും വേണ്ട. എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. SBS ഗോൾഡ് ജ്വല്ലേഴ്സ്, ഇളംതുരുത്തി. വാർത്തകളിലേക്ക് വീണ്ടും. നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയായ യുവാവിനെ കാപ്പ നിയമപ്രകാരം ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പടവരാട് ഇടവള്ളി വീട്ടിൽ മാരി എന്ന് വിളിക്കുന്ന അനന്തുവാണ് അറസ്റ്റിലായത്. ജില്ലാ മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് പ്രകാരം കരുതൽ തടങ്കലിലാക്കി. ആദ്യ കാപ്പ കഴിഞ്ഞ് ഒക്ടോബർ മാസം ജയിൽ മോചിതനായി. ഒല്ലൂർ ഇൻസ്പെക്ടർ TP ഫർഷാദിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ വീണ്ടും റിമാൻഡിലായിരുന്നു. വധശ്രമം, കവർച്ച ഉൾപ്പെടെ 12 കേസുകൾ നിലവിലുണ്ട്. അവണിശ്ശേരി പഞ്ചായത്തിലെ ഏറ്റവും വലിയ ഉത്സവമായ ആനക്കല്ല് തൃത്താമരശ്ശേരി ശിവക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ എത്തുന്ന ഉത്സവത്തിന് വേണ്ട സൗകര്യങ്ങൾ അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ തൃത്താമരശ്ശേരി ശിവക്ഷേത്ര സംരക്ഷണ സമിതി ഒരുക്കിയിരിക്കുന്നു. കുടിവെള്ള വിതരണം, ആംബുലൻസ് സൗകര്യങ്ങളുമുണ്ട്. ശിവരാത്രിയോടനുബന്ധിച്ച് തെയ്യം, കാവടിയാട്ടം എന്നിവയുണ്ടാകും. വിശേഷാൽ പൂജകൾ, അഭിഷേകങ്ങൾ, ശയനപ്രദക്ഷിണം എന്നിവ ചെയ്യാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സമയക്രമമനുസരിച്ച് കാവടികളുണ്ട്.
തെയ്യം തുടങ്ങിയ കലാരൂപങ്ങളും അരങ്ങേറും. വർണ്ണപ്പകിട്ടാർന്ന നിലപ്പന്തൽ, ദീപാലങ്കാരത്തിൽ കുളിച്ചു നിൽക്കുന്ന നയനമനോഹരമായ പൂരക്കാഴ്ചകളുണ്ട്. 48 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ശിവരാത്രി മഹോത്സവത്തിന് 27-ാം തീയതിയാണ് കൊടിയിറങ്ങുക. ക്ഷേത്ര മേൽശാന്തി വെള്ളാലത്ത് ദാമോദരൻ നമ്പൂതിരി, ക്ഷേത്രസമിതി പ്രസിഡന്റ് രാജീവ് കണാറ, സെക്രട്ടറി ER ജയചന്ദ്രൻ, സന്തോഷ്, സുഭാഷ്, അരവിന്ദാക്ഷൻ കർത്താവ് എന്നിവർ നേതൃത്വം നൽകുന്നു. ഈ ആന ഇടയില്ല. ആന ഇടയുന്ന ദാരുണ സംഭവങ്ങൾ ഒഴിവാക്കാൻ ശിവശക്തി റോബോട്ടിക് ആനയെ പുറത്തിറക്കി BFAE. ബന്ദികളാക്കപ്പെട്ട ആനകളുടെ ക്ഷേമവും പൊതുജനങ്ങളുടെ സുരക്ഷയും മുൻനിർത്തി വോയിസ് ഫോർ എലിഫന്റ് ജീവനുള്ള ആനയുടെ അതേ വലുപ്പമുള്ള റോബോട്ടിക് ആനയെ പുറത്തിറക്കി. മാളയ്ക്കടുത്തുള്ള ചക്കാമ്പറമ്പ് ശ്രീഭഗവതി ക്ഷേത്രത്തിലാണ് ആനയെ നൽകിയത്. ജീവനുള്ള ആനയെ കൊണ്ടുവന്ന് പീഡിപ്പിക്കുന്നത് ഒഴിവാക്കി മനുഷ്യത്വപരമായും സാംസ്കാരിക അവബോധത്തെയും പാരമ്പര്യത്തെ മുറുകെ പിടിക്കാൻ ക്ഷേത്രങ്ങൾക്ക് പ്രചോദനമാകും. സ്വന്തമായി റോബോട്ടിക് ആനയെ വേണമെന്നുള്ള ക്ഷേത്രങ്ങളുടെ അപേക്ഷകൾ സമർപ്പിച്ചാൽ സ്പോൺസർ ചെയ്യാൻ സംഘടന പരിഗണിക്കും. കേരളത്തിൽ ആന ഇടയുന്ന ദാരുണ സംഭവങ്ങൾ കൂടി വരുന്ന പശ്ചാത്തലത്തിലാണ് ശിവശക്തിയുടെ വരവ്. 2025 ആരംഭിച്ച് വെറും 2 മാസങ്ങൾക്കുള്ളിൽ 6 പേർക്ക് ബന്ദികളാക്കപ്പെട്ട നാട്ടാനകൾ മൂലം ജീവൻ നഷ്ടപ്പെട്ടു. കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയിൽ ചൂടും വെടിക്കെട്ടും മൂലം പരിഭ്രാന്തരായ ആനകൾ ഇടഞ്ഞതിനെ തുടർന്ന് 3 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ആനകളെ ഉപദ്രവിച്ചും അവഗണിച്ചും രോഗത്താലും 24 നാട്ടാനകൾ ചരിഞ്ഞു. ഈ ഭാവിയുടേതാണ് ഹൈടെക് റോബോട്ടിക് ആന. സംസ്കാരത്തിൽ അന്തർലീനമായ അഹിംസയെ മുറുകെ പിടിക്കാനും പാരമ്പര്യത്തെ സംരക്ഷിക്കാനും റോബോട്ടിക് ആന സഹായിക്കും. കനിവോടെയും അറിവോടെയും സ്വയം വളരുക എന്നതാണ് അർത്ഥമാക്കുന്നത്. BFAEയുടെ സ്ഥാപക എക്സിക്യൂട്ടീവ് ഡയറക്ടർ സംഗീത അയ്യർ നേതൃത്വം നൽകി. 10 അടി ഉയരവും 600 കിലോ ഭാരവുമുള്ള ശിവശക്തി ഫൈബറും റബ്ബറും കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. കണ്ണുകളും കാതുകളും വാലും തുമ്പിക്കൈയും വൈദ്യുതിയാൽ ചലിക്കും. ക്ഷേത്ര ചടങ്ങുകൾക്ക് തടസ്സം വരാത്ത വിധം 4 ആളുകളെ വരെ വഹിക്കാം. ചാലക്കുടിയിലുള്ള 4 ഹാർട്സ് ക്രിയേഷൻസ് ആണ് നിർമ്മിച്ചിരിക്കുന്നത്. റോബോട്ടിക് ആന എന്ന ആശയത്തിൽ ജീവനുള്ള ആനകളെ ഉപയോഗിക്കുന്നതിലെ ധാർമ്മിക പ്രശ്നങ്ങളും ആനകൾ ഉണ്ടാക്കുന്ന സുരക്ഷാ പ്രശ്നങ്ങളും സംബന്ധിച്ച് ക്ഷേത്രങ്ങൾക്കിടയിൽ അവബോധമുണ്ടാകുന്നുണ്ട്. ശിവശക്തിയെ സ്പോൺസർ ചെയ്തത് വോയിസ് ഫോർ ഏഷ്യൻ എലിഫന്റ്സ് ആണ്. ചക്കാമ്പറമ്പ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിന്റെ പബ്ലിക് ട്രസ്റ്റായ വിജ്ഞാനദായിനി സഭ പ്രസിഡന്റ് ശ്രീനാഥ്, കേരള തമിഴ്നാട് അതിർത്തിയിലുള്ള മലയാളി ക്ഷേത്രമായ ശ്രീശങ്കരൻ കോവിലിൽ തമിഴ്നാട്ടിലെ ആദ്യത്തെ റോബോട്ടിക് ആനയെ അവതരിപ്പിച്ച് വിജയിച്ചു. കാട്ടാനകളുടെ സംരക്ഷണത്തിലും സ്വാധീനം ചെലുത്തുന്നുണ്ട്. 2024 നവംബറിനിടയിൽ പശ്ചിമ ബംഗാളിൽ 1139 ആനകളെ ട്രെയിൻ ഇടിക്കുന്നതിൽ നിന്ന് രക്ഷിച്ചു. 200ഓളം ആദിവാസികൾക്ക് ജോലി നൽകി. BFAEയെ പ്രതിനിധീകരിച്ച് തൃശൂർ ഹെറിറ്റേജ് അനിമൽ ടാസ്ക് ഫോഴ്സ് സെക്രട്ടറി VK വെങ്കിടാചലം ചടങ്ങിൽ പങ്കെടുത്തു. അരണാട്ടുകരയിൽ തീപിടുത്തം. തൃശൂർ അരണാട്ടുകര പൂത്തോക്കാരൻ ഉടമസ്ഥയിലുള്ള 50 ഏക്കറോളം വരുന്ന കോൾപ്പാടവും സമീപത്തെ മരങ്ങൾക്കും പുല്ലിനും തീ പടർന്നു പിടിച്ചു. അരണാട്ടുകര പള്ളിയുടെ സമീപത്തെ വീടുകളിലേക്ക് പടർന്നു കയറിയ തീ അഗ്നിരക്ഷാ സേനയുടെ സംയോജിത ഇടപെടൽ മൂലം ദുരന്തമൊഴിവാക്കി. സ്റ്റേഷൻ ഓഫീസർ B വൈശാഖിന്റെ നേതൃത്വത്തിൽ അഗ്നിരക്ഷാ സേന 9 മണിക്കൂർ പ്രവർത്തിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. തൃശൂർ വടക്കേ സ്റ്റാൻഡിൽ PG സെന്റർ റോഡിൽ കാട് വീട്ടിൽ ഡോക്ടർ കുമാരന്റെയും ജാനകിയുടെയും മകൾ ഡോക്ടർ ലളിത ബാബുരാജ് നിര്യാതയായി. 77 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 11 മണിക്ക് ശാന്തിഘട്ടിൽ. ഭർത്താവ് ഡോക്ടർ P ബാബുരാജ്, മക്കൾ ഡോക്ടർ ഹരികൃഷ്ണൻ, ഡോക്ടർ ലക്ഷ്മി, ഡോക്ടർ ഐശ്വര്യ, ഡോക്ടർ മധുചിത് എന്നിവർ മരുമക്കളാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ആശാവർക്കർമാരോടുള്ള സർക്കാർ അവഗണനയിൽ പ്രതിഷേധിച്ച് തൃശൂർ നഗരത്തിൽ നടത്തിയ പിച്ചതണ്ടൽ INTUC വൈസ് പ്രസിഡന്റ് KN നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ആശാവർക്കർമാർക്ക് നീതി ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് മണ്ണുത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ പന്തം കൊളുത്തി പ്രകടനം DCC സെക്രട്ടറി സജി പോൾ മാടശ്ശേരി ഉദ്ഘാടനം ചെയ്തു. മാടക്കത്ര ഫാമിലി ഹെൽത്ത് സെന്ററിന്റെ ആശാവർക്കർമാരുടെ ലെപ്രസി സർവേ ഫണ്ട് തിരിമറി നടത്തിയ പഞ്ചായത്ത് കമ്മിറ്റിക്കെതിരെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മാർച്ചും ധർണയും നടത്തി. കൊഴുപ്പുള്ളി സ്വരാജ് UP സ്കൂളിൽ നടത്തിയ പഠനോത്സവം പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Lali's Hypermarket, Lali's Mall, Patikat Center, Thrissur.